ബംഗ്ലാദേശിനെ കുറിച്ചുള്ള ധ്രുവ് റാട്ടിയുടെ വീഡിയോയുടെ മലയാളം പരിഭാഷയാണിത്. ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടു പോകുന്നതിന് തൊട്ടു മുമ്പ് വിദ്യാർത്ഥികൾ വലിയ സമരം ചെയ്യുമ്പോൾ ധ്രുവ് ചെയ്ത വീഡിയോ ആണിത്. പുതിയ സംഭവങ്ങൾ നമുക്കറിയാം. ഷെയ്ഖ് ഹസീന രാജിവെച്ചു, ഹെലികോപ്റ്ററിൽ രാജ്യം വിട്ടു. പ്രതിഷേധ സമരം നടക്കുമ്പോൾ ജനം അവരെ വിളിച്ചത് ഏകാധിപതി എന്നാണ്. ഷെയ്ഖ് ഹസീന തിരിച്ച് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ വിളിച്ചത് റസാക്കാർ എന്നാണ്. സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ചെറുമക്കൾക്ക് കോട്ട ലഭിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ആനുകൂല്യം നൽകേണ്ടത്? റസാക്കർമാരുടെ ചെറുമക്കൾക്കോ എന്നാണ് ഹസീന ജൂലൈ 14 ചോദിച്ചത്. റസാക്കാർ എന്ന വാക്ക് ബംഗ്ലാദേശിൽ അതീവ അപമാനകരമാണ്. ആ വാക്കിന്റെ പരിണിത ഫലമാണ് ഇങ്ങനെയൊക്കെയായി മാറിയത്. അതിന്റെ കഥകളിലേക്കൊക്കെ നമുക്ക് ധ്രുവിന്റെ വീഡിയോയിലൂടെ സഞ്ചരിക്കാം. देश भर के स्कूल्स और कॉलेजेस को शट डाउन कर दिया गया है और बांग्लादेश की सरकार ने मोबाइल इंटरनेट सर्विसेज को भी सस्पेंड कर दिया। মুক্তিযোদ্ধাদের নাতিপুতিরাও পাবে না, তাহলে কি রাজাকারের নাতিপুতিরা পাবে? इस तरीके का लो लेवल आर्ग्यूमेंट एक प्रधानमंत्री को सूट नहीं करता। बांग्लादेश की प्रधानमंत्री शेख हसीना को अब प्रोटेस्टर्स डिक्टेटर करके भी पुकार रहे हैं। കഴിഞ്ഞ മാസമാണ് ബംഗ്ലാദേശിൽ വലിയ വിദ്യാർത്ഥി സമരം ആരംഭിച്ചത്. തുടക്കത്തിൽ ഇത് വളരെ സമാധാനപരമായ രീതിയിൽ പോയി. പിന്നീട് അത് ഭയാനകമായ അവസ്ഥയിലെത്തി. ബംഗ്ലാദേശിൽ മിലിറ്ററി കർഫ്യൂ പ്രഖ്യാപിച്ചു. രാജ്യത്തെ എല്ലാ കോളേജുകളും സ്കൂളുകളും അടച്ചുപൂട്ടി. സർക്കാർ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ സസ്പെൻഡ് ചെയ്തു. അക്രമങ്ങളിൽ ധാരാളം പേർ കൊല്ലപ്പെട്ടു, ആയിരക്കണക്കിന് പേർക്ക് പരിക്കേറ്റു. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഏകാധിപതി എന്ന് വിളിച്ചുകൊണ്ട് ജനം സമരം ചെയ്തു. ഇതിന്റെയൊക്കെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. ഈ പ്രതിഷേധങ്ങളുടെ എല്ലാം പിന്നിൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ, അത് സംവരണമാണ്. ബംഗ്ലാദേശിലെ യുവാക്കൾ പ്രതിഷേധിക്കുന്നത് സർക്കാരിന്റെ ക്വാട്ട സംവിധാനത്തിനെതിരെയാണ്. അതായത് സർക്കാർ സർവീസുകളിൽ 56% സംവരണം സമൂഹത്തിലെ പല പല വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്യപ്പെട്ടതാണ്. അതിന്റെ അർത്ഥം 44% ജോലികൾ മാത്രമാണ് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ലഭിക്കുന്നത്. ഈ സംവിധാനം ഇന്ത്യയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ജാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, മറിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ കുടുംബത്തിലുള്ളവർക്കുള്ള സംവരണമാണ്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ബംഗ്ലാദേശിന്റെ ചരിത്രം അല്പം അറിയേണ്ടതുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു. അന്നത് ഈസ്റ്റ് പാകിസ്ഥാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്നത്തെ പാകിസ്ഥാനെ വെസ്റ്റ് പാകിസ്ഥാൻ എന്നും വിളിച്ചു വന്നു. ആ കാലത്ത് ഈസ്റ്റ് പാകിസ്ഥാനെതിരെ വളരെയധികം വിവേചനങ്ങൾ നടന്നിരുന്ന ഒരു കാലമായിരുന്നു. ഇവിടെ ഭൂരിപക്ഷം ആളുകളും ബംഗാളിയാണ് സംസാരിച്ചിരുന്നത്. 10% താഴെ മാത്രം ആളുകൾ ഉറുദു സംസാരിച്ചിരുന്നു. എന്നാൽ വെസ്റ്റ് പാകിസ്ഥാൻ ഈസ്റ്റ് പാകിസ്ഥാനിൽ ഉറുദു ഭാഷ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. ഇതൊന്നും കൂടാതെ സാമ്പത്തിക വിവേചനവും ഇവിടെ വലിയ തോതിൽ നിലനിന്നു. രാജ്യത്തെ 59% കയറ്റുമതിയും ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്നായിട്ടും ഇൻഡസ്ട്രിയൽ നിക്ഷേപങ്ങളിൽ 25% മാത്രമാണ് ഈസ്റ്റ് പാകിസ്ഥാനിൽ നടത്തിയത്. 1970 രാജ്യത്ത് ബോല സൈക്ലോൺ ആഞ്ഞടിച്ചപ്പോൾ ഈസ്റ്റ് പാകിസ്ഥാനിൽ 3 ലക്ഷം പേർ മരിച്ചു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ കരയിൽ ആഞ്ഞടിച്ച ഏറ്റവും ഭയാനകമായ സൈക്ലോൺ ആയിരുന്നു. എന്നാൽ ഈസ്റ്റ് പാകിസ്ഥാനിൽ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വെസ്റ്റ് പാകിസ്ഥാൻ കാര്യമായി ഒന്നും തന്നെ ചെയ്തില്ല. World in 1970, a massive storm swept into the Bay of Bengal, drowning 500,000 people. It was one of the worst natural disasters anywhere. മാത്രമായിരുന്നില്ല, രാഷ്ട്രീയ വിവേചനം അതിഭീകരമായിരുന്നു. 1970കളിലെ തിരഞ്ഞെടുപ്പിൽ ഈസ്റ്റ് പാകിസ്ഥാനിൽ 162 സീറ്റുകൾ, വെസ്റ്റ് പാകിസ്ഥാനിൽ 138 സീറ്റുകൾ. വെസ്റ്റ് പാകിസ്ഥാനിൽ ജനം വ്യത്യസ്ത പാർട്ടികൾക്ക് വോട്ട് ചെയ്തു. എന്നാൽ ഈസ്റ്റ് പാകിസ്ഥാനിൽ ഭൂരിപക്ഷം വോട്ടുകളും പോയത് അവാമി ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കായിരുന്നു. ആ പാർട്ടിയെ നയിച്ചിരുന്നത് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ആയിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ശരിയായ പരിണാമമാവേണ്ടിയിരുന്നത് അവാമി ലീഗ് ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും ഭരിക്കുമെന്നതായിരുന്നു. എന്നാൽ വെസ്റ്റ് പാകിസ്ഥാനിലെ മിലിറ്ററി ഇത് അംഗീകരിച്ചില്ല. ആ സമയത്തെ മിലിറ്ററി കമാൻഡർ ഇൻ ചീഫ് യഹിയ ഖാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കാൻ വിസമ്മതിക്കുകയാണ് ചെയ്തത്. ഈസ്റ്റ് പാകിസ്ഥാനിൽ പട്ടാള ഭരണം ഏർപ്പെടുത്തി. അതിനെതിരെ മുജീബുർ റഹ്മാൻ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന് വലിയ ആഹ്വാനം നടത്തി. ജനങ്ങൾ ഒത്തുചേർന്നു. സമയം വെസ്റ്റ് പാകിസ്ഥാന്റെ പട്ടാളം ഈസ്റ്റ് പാകിസ്ഥാനിൽ വലിയ അക്രമം അഴിച്ചുവിട്ടു. ഷെയ്ഖ് മുജീബുർ റഹ്മാനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി. അതൊരു വലിയ വംശഹത്യയായിരുന്നു. ഏകദേശം 1 കോടി ജനങ്ങൾ ഇന്ത്യയിൽ അഭയം തേടി. അതായത് ഈസ്റ്റ് പാകിസ്ഥാനിലെ 50% ജനസംഖ്യ ആഭ്യന്തരമായി ചിന്നിച്ചിതറി
പലായനം ചെയ്യപ്പെട്ടു എന്ന് പറയാവുന്ന അവസ്ഥ. ഇതിനുശേഷം 1971 ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിന് നമ്മൾ സാക്ഷിയായി. ഈ യുദ്ധത്തിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശിനെ യുദ്ധത്തിൽ പിന്തുണച്ചു. ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടി. Mujibur Rahman, the leader of East Pakistan, declared the region an independent republic, which he said will be called Bangladesh, the land of the Bengalis. ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിരവധി പേരാണ് പോരാടിയത്. ഇവരാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ. ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇന്നത്തെ സംവരണ വിഷയത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ്. കാരണം ബംഗ്ലാദേശിലെ ജോലി സംവരണത്തിൽ 30% നീക്കിവെച്ചിരിക്കുന്നത് ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബത്തിൽപ്പെട്ടവർക്കാണ്. ഇത് കൂടാതെ വേറെയും സംവരണങ്ങളുണ്ട്. 10% സ്ത്രീകൾക്ക്, 10% പിന്നോക്കം നിൽക്കുന്ന ജില്ലകൾക്കുള്ള ജില്ലാ കോട്ട, വംശീയമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 5% കോട്ട, വികലാംഗത്വമുള്ളവർക്ക് 1% കോട്ട. ഈ എല്ലാ കോട്ടകളും കൂടി കൂട്ടി നോക്കിയാൽ മൊത്തം 56% സംവരണത്തിനായി മാറ്റിവെച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ 56-ൽ ഭൂരിപക്ഷവും, അതായത് 30% നൽകുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആശ്രിതർക്കുള്ള കോട്ടയായിട്ടാണ്. ഡാക്ക യൂണിവേഴ്സിറ്റിയിൽ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ 3-ാം വർഷ ബിരുദത്തിന് പഠിക്കുന്ന വിദ്യാർത്ഥിയും സംവരണ വിരുദ്ധ പ്രതിഷേധകനുമായ ഫഹീം ഫാറൂഖി എഴുതിയ ലേഖനം നോക്കൂ. വാസ്തവത്തിൽ ഈ പ്രതിഷേധ സമരം സംവരണത്തിലെ കോട്ടകൾ പുനർനിർണയം ചെയ്യുന്നതിന് എതിരായിട്ടാണ്. വംശീയ ന്യൂനപക്ഷങ്ങൾക്കുള്ള കോട്ടയും വികലാംഗർക്കുള്ള കോട്ടയും നിലനിർത്തി ബാക്കി എല്ലാ സംവരണവും എടുത്തു കളയണമെന്നാണ് പ്രതിഷേധകരുടെ ആവശ്യം. ഇവിടെ ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള സംവരണം വളരെ ശ്രദ്ധേയമാണ്. ഇത് 1972 തന്നെ തുടങ്ങി. അതായത് സ്വാതന്ത്ര്യം ലഭിച്ച് 1 വർഷം കഴിഞ്ഞ ഉടൻ തന്നെ ഇവരുടെ ക്യാബിനറ്റ് സർവീസസ് മന്ത്രാലയം ഈ വർഷം തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് സംവരണം വേണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഉത്തരവിറക്കിയിരുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആരൊക്കെ ജീവൻ വെടിഞ്ഞുവോ അവർക്കൊക്കെ 30% സർക്കാർ ജോലികളിൽ സംവരണം ഏർപ്പെടുത്തി. ഇത് സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടവർക്ക് മാത്രമുള്ള സംവരണമായി. പിന്നീടാണ് 1977 ഈ സംവരണം നീട്ടിയത്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്ക് സംവരണാനുകൂല്യം ലഭിക്കാൻ തുടങ്ങി. തുടർന്ന് 2010 അവരുടെ മക്കൾക്കും ഈ സംവരണം ലഭിക്കുമെന്നായി സർക്കാർ പറയുന്നത്. വാസ്തവത്തിൽ മറ്റു കാറ്റഗറികളിലെ കോട്ട വർഷങ്ങൾ പോകും തോറും മാറിക്കൊണ്ടിരുന്നെങ്കിലും അവസാനം മൊത്തം സംവരണം 56%. 2010 ഈ തീരുമാനത്തോടെ 2012-13 ബംഗ്ലാദേശിൽ ഈ സംവരണത്തിനെതിരെ ഒരു വലിയ പ്രക്ഷോഭം ഉടലെടുക്കുകയാണ് ചെയ്തത്. ഇന്ത്യൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉള്ളതുപോലെ ബംഗ്ലാദേശിൽ BPSC ഉണ്ട്, ബംഗ്ലാദേശ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ഏകദേശം 4 ലക്ഷം ബിരുദധാരികൾ 3000 സിവിൽ സർവീസ് ജോലികൾക്കായി പരീക്ഷകൾ എഴുതുന്നു. വളരെ മോശപ്പെട്ട അവസ്ഥയാണ്. ജോലിയുടെ കടുത്ത അപര്യാപ്തത നിലനിൽക്കുന്ന രാജ്യം. 2018 ഫെബ്രുവരിയിൽ ബംഗ്ലാദേശ് ജനറൽ സ്റ്റുഡൻസ് റൈറ്റ് കൺസർവേഷൻ കൗൺസിൽ രാജ്യത്തെ സർക്കാർ സർവീസുകളിൽ മാറ്റം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നടത്തിയപ്പോഴും സംവരണത്തെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും തമ്മിൽ വലിയ സംഘർഷം തന്നെയുണ്ടായി. തുടർന്ന് സമ്മർദ്ദത്തിലായി പോയ ബംഗ്ലാദേശ് സർക്കാർ 2018 ഒക്ടോബറിൽ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് സർക്കാർ ജോലികളിൽ ഈ കോട്ട സംവിധാനം എടുത്തു കളയുന്നുവെന്ന് സർക്കുലർ ഇറക്കാൻ വരെ നിർബന്ധിതമായ അവസ്ഥയുണ്ടായി. പ്രശ്നം അവിടം കൊണ്ട് തീരേണ്ടതായിരുന്നുവെങ്കിലും സംവരണം എടുത്തു കളഞ്ഞതിനെതിരെ 2021 ഏതാനും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ 7 മക്കൾ ഹൈക്കോടതിയിൽ ഹർജി നൽകി. പിന്നീട് 2024 ജൂൺ 5 അതായത് കഴിഞ്ഞ മാസം ഹൈക്കോടതിയുടെ തീരുമാനം വരുന്നു. പരാതിക്കാരുടെ ആവശ്യം ന്യായമാണെന്നും സർക്കാരിന്റെ സർക്കുലറിനെ നിയമവിരുദ്ധമാണെന്നും പറഞ്ഞ ഹൈക്കോടതി സംവരണം തിരികെ കൊണ്ടുവന്നു. ഇക്കാരണം കൊണ്ടാണ് രാജ്യത്തൊന്നാകെ വിദ്യാർത്ഥികൾ സമരം ചെയ്യാനിടയായത്. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ പറയുന്നത് ഈ സംവരണം ഭരണഘടനാ വിരുദ്ധമെന്നാണ്. ഭരണഘടനയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അടുത്ത തലമുറയ്ക്കും സർക്കാർ ജോലിയിൽ സംവരണം അനുവദിക്കണമെന്ന് എവിടെയും എഴുതിയിട്ടില്ല. അല്ലെങ്കിലും ഇതിലെന്ത് സെൻസ് ആണുള്ളത്? സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് സംവരണം നൽകാം, കാരണം സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ പോരാടിയിട്ടുണ്ട്. പക്ഷെ അവരുടെ കുട്ടികൾക്കും പേരക്കുട്ടികൾക്കുമൊക്കെ സംവരണം അനുവദിക്കുന്നതിലെ യുക്തി മനസ്സിലാകുന്നേയില്ല. പക്ഷെ ഒരു കാര്യം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. സംവരണത്തിന്റെ പേരിൽ അഴിമതി നടക്കുന്നുണ്ടെന്നാണ് വലിയ ആരോപണം ഉയർന്നത്. വാസ്തവത്തിൽ ആരാണ് തീരുമാനിക്കുന്നത്? ആരൊക്കെയാണ്? സ്വാതന്ത്ര്യ സമര സേനാനികളാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് ആരാണ്? ഇതിലും ആ ഉത്തരവാദിത്തം സർക്കാർ തന്നെ സ്വയം ഏറ്റെടുക്കുകയാണ്. സർക്കാർ തീരുമാനിക്കും ആരാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന്. കഴിഞ്ഞ 15 വർഷമായി ബംഗ്ലാദേശിലെ ഭരണകക്ഷി അവാമി ലീഗും പ്രധാനമന്ത്രി ഷേഖ് ഹസീനയുമാണ്. ഈ രാഷ്ട്രീയ പാർട്ടിയാണ് ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കാൻ വേണ്ടി പോരാടിയതും.
പ്രതിഷേധകർ പറയുന്നത് സംവരണത്തിന്റെ ആനുകൂല്യം അവാമി ലീഗിന്റെ പ്രവർത്തകർക്ക് അനുപാതമില്ലാതെ ലഭിക്കുന്നുവെന്നാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ ഉൾപ്പെട്ട പേരുകളെ ചൊല്ലി 60,000 ആക്ഷേപങ്ങളാണ് ഫയൽ ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അതൊന്നും സർക്കാർ പരിഹരിച്ചില്ല. ജൂലൈ 10 ഇക്കാര്യം സുപ്രീം കോടതിയിൽ എത്തിക്കുകയുണ്ടായി. പ്രതിഷേധകർ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയുടെ വിധിക്ക് സുപ്രീം കോടതിയുടെ സ്റ്റേ വന്നു. എന്നിട്ടും പ്രതിഷേധം നിലച്ചില്ല. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമൊപ്പം രാജ്യത്തെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പോലുള്ള പ്രതിപക്ഷ പാർട്ടികൾ വിദ്യാർത്ഥി സമരത്തിൽ പങ്കുചേരുന്ന അവസ്ഥയെത്തി. പ്രതിഷേധത്തെ അടിച്ചമർത്താൻ 7000 പാരാമിലിറ്ററി ട്രൂപ്പുകളെയാണ് സർക്കാർ ഇറക്കിയത്. പോലീസ് കണ്ണീർ വാതകവും റബ്ബർ ബുള്ളറ്റും സൗണ്ട് ഗ്രനേഡുകളും ഒക്കെ പ്രയോഗിച്ചു. പ്രതിഷേധകർക്കെതിരെ ഭീഷണിയും അക്രമവും അഴിച്ചുവിടുന്നതിൽ നിന്ന് സർക്കാർ വിട്ടുനിൽക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ പ്രസ്താവന ഇറക്കി. അവാമി ലീഗിന്റെ വിദ്യാർത്ഥി വിങ്ങായ ബംഗ്ലാദേശ് സ്റ്റുഡന്റ് ലീഗും പ്രതിഷേധകരും തമ്മിൽ നിരന്തരം സംഘർഷത്തിലേർപ്പെട്ടു. രണ്ടു കൂട്ടരും തമ്മിൽ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. സർക്കാരിന്റെ നിയമമന്ത്രി പറയുന്നത് സർക്കാർ പ്രതിഷേധകരുമായി സംസാരിക്കാൻ തയ്യാറാണെന്നാണ്. സുപ്രീം കോടതിയിൽ വേഗത്തിൽ ഒരു വാദം കേൾക്കലും സാധ്യമാക്കി. പെട്ടെന്നൊരു ഉത്തരവിറക്കാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഡാക്ക യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് വിദ്യാർത്ഥികൾ മുഴക്കുന്ന മുദ്രാവാക്യം ഞങ്ങളുടെ സഹോദരങ്ങൾ ഒഴുക്കിയ രക്തം വെറുതെയാകാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യമായിരുന്നു. സമ്മർദ്ദത്തിലായ സർക്കാർ അക്രമ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു ജുഡീഷ്യൽ അന്വേഷണ സമിതിയെ രൂപീകരിച്ചു. അവാമി ലീഗിന്റെ ജനറൽ സെക്രട്ടറി പറയുന്നത് സംവരണത്തിൽ സർക്കാർ ഇടപെടില്ല, എല്ലാവരും കോടതിയുടെ വിധിക്കായി കാത്തു നിൽക്കണമെന്നാണ്. എന്നാൽ പ്രധാന പ്രതിഷേധകരായ സ്റ്റുഡൻസ് എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയിക്കുന്നു. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗ് പ്രവർത്തകർ പ്രതിഷേധകരെ കൊല ചെയ്തിട്ടും അവർ ഒരക്ഷരം മിണ്ടുന്നില്ലെന്ന് പ്രതിഷേധകർ പരാതി പറയുന്നു. ഇതിനിടെയാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ചില അനാവശ്യമായ പ്രതികരണങ്ങൾ നടത്തുകയും പ്രക്ഷോഭകർ അതിന്റെ പേരിൽ ഭയങ്കര പ്രകോപിതരാവുകയും ചെയ്യുന്നത്. അവർ വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ട് പ്രതിഷേധകരോട് ചോദിക്കുന്നത് എന്തിനാണ് അവർ സ്വാതന്ത്ര്യ സമര സേനാനികളോട് നിങ്ങൾക്ക് ഇത്രയും വെറുപ്പെന്നാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരക്കുട്ടികൾക്ക് സംവരണം നൽകിയില്ലെങ്കിൽ പിന്നെ റസാക്കാറുകളുടെ മക്കൾക്കാണോ സംവരണം നൽകേണ്ടതെന്ന് ഷെയ്ഖ് ഹസീന ചോദിച്ചു. ഷെയ്ഖ് ഹസീന മാത്രമല്ല കേട്ടോ, അവരുടെ സാമൂഹിക ക്ഷേമ കാര്യമന്ത്രി ദീപു മോനിയും ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി മുഹമ്മദ് അലി അറാഫത്തും ഇതേവിധം റസാക്കാർ പ്രസ്താവന ഇറക്കി. വാസ്തവത്തിൽ എന്താണ് ഈ റസാക്കാർ? ഇതൊരു പേർഷ്യൻ വാക്കാണ്. അതിന്റെ അർത്ഥം വോളണ്ടിയർ അഥവാ സഹായി എന്നാണ്. പക്ഷേ 1971 യുദ്ധത്തിൽ റസാക്കാർ ബാഹിനി ഒരു പാരാമിലിറ്ററി ഗ്രൂപ്പ് ആയിരുന്നു. യുദ്ധത്തിൽ അവർ വെസ്റ്റ് പാകിസ്ഥാന്റെ പക്ഷത്തായിരുന്നു. അപ്പുറത്ത് മുക്തി ബാഹിനി ഉണ്ടായി. അത് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടി. ഈ റസാക്കാർ ബാഹിനിയിൽ 50,000 പേരുണ്ടായിരുന്നു. അവർ വെസ്റ്റ് പാകിസ്ഥാനെയാണ് സഹായിച്ചുകൊണ്ടിരുന്നത്. ഈസ്റ്റ് പാകിസ്ഥാനിലെ ജനങ്ങളുടെ മേൽ നടത്തിയ അത്യാചാരങ്ങളിൽ ഇവരും പങ്കാളികളായി. 1973 ഷെയ്ഖ് മുജീബുർ റഹ്മാൻ സർക്കാർ രൂപീകരിച്ചപ്പോഴും ഈ റസാഖുകാരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുന്നതിനായിട്ട് അദ്ദേഹം ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ആക്ട് കൊണ്ടുവരികയുണ്ടായി. ആന്ത്രോപോളജിസ്റ്റ് നൈനിക മുഖർജി എഴുതുന്നത് 37,000 പേരെ കണ്ടെത്തി അതിൽ 26,000 പേർക്ക് സർക്കാർ മാപ്പ് നൽകിയെന്നാണ്. ബാക്കി എല്ലാവരെയും ശിക്ഷിക്കുകയും ചെയ്തു. ചിലരെ ജയിലിലിട്ടു. മറ്റു ചിലരുടെ വിചാരണ നീട്ടിക്കൊണ്ടുപോയതായിട്ടും പോയി. പിന്നീട് ചിലരെയൊക്കെ ശിക്ഷിക്കുകയുണ്ടായത്. ചില വിചാരണകൾ 2022 വരെ നീണ്ടു. അതിൽ റസാക്കാർ ബാഹിനിയിലെ 6 പേരെ മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കപ്പെട്ടുള്ള ഈ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇതിനൊക്കെ മനസ്സിലായി കാണും. റസാക്കാർ എന്ന് പറഞ്ഞാൽ ചതിയന്മാർ അല്ലെങ്കിൽ രാജ്യദ്രോഹികൾ. അഥവാ ആരെങ്കിലും ഈ സംവരണത്തിനെതിരെ സമരം ചെയ്യുകയാണെങ്കിൽ അവര് ദേശദ്രോഹികൾ എന്ന് വിളിക്കുന്നത് ഒരു സെൻസ് ഉണ്ടാക്കുന്ന സംഗതിയാണോ? അല്ലല്ലോ. അങ്ങനെ സമരക്കാരെ അങ്ങനെ വിളിക്കാൻ പാടില്ലല്ലോ. ഇല്ല, തീർച്ചയായും പാടില്ല. സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാതെ പ്രതിഷേധിക്കുന്നവർ, സമരം ചെയ്യുന്ന ജനതയെ ദേശദ്രോഹി എന്ന് വിളിക്കുന്നത് ഒരു വളരെ പഴയ തന്ത്രമാണ്. പക്ഷെ വാസ്തവം അമേരിക്കൻ എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ എഡ്വാർഡ് അബേ എഴുതിയതാണ്. അദ്ദേഹം എഴുതുന്നത് ഒരു രാജ്യസ്നേഹി അവന്റെ രാജ്യത്തെ സർക്കാരിൽ നിന്ന് പ്രതിരോധിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കണം. അതായത് യഥാർത്ഥ ദേശസ്നേഹി തന്റെ രാജ്യത്തെ ഭരണാധികാരികളിൽ നിന്നും രക്ഷിക്കുന്നവനായിരിക്കണം എന്നാണ് അർത്ഥം. ജനാധിപത്യം എന്നാൽ 5 വർഷം കൂടുമ്പോൾ ഒരിക്കൽ വോട്ട് ചെയ്യണം എന്നത് മാത്രമല്ല. ജനാധിപത്യം ഒരു ഡൈനാമിക് സംവിധാനമാണ്. അതിൽ ജനത്തിന് രാഷ്ട്രീയ പരിജ്ഞാനം വളരെ അത്യാവശ്യമാണ്. ജനം നിരന്തരം തങ്ങളുടെ സർക്കാരിനെ നിരീക്ഷിച്ചും പരീക്ഷിച്ചും സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കി വെക്കുന്നു. സർക്കാർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മോണിറ്റർ ചെയ്യുന്നു. അത്യാവശ്യം വരുമ്പോൾ സർക്കാരിനെതിരെയും നിൽക്കേണ്ടതുണ്ട്. പ്രതിഷേധകർക്കെതിരെയുള്ള പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പ്രസ്താവന സ്ട്രോമാൻ ഫാലസിയുടെ വ്യക്തമായ ഉദാഹരണമാണ്. അതായത്
നിങ്ങൾ മറ്റുള്ളവരുടെ പ്രസ്താവനയെ തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുന്നതിനെയാണ് സ്ട്രോ മാൻ ഫാലസി എന്ന് പറയുന്നത്. അഥവാ പ്രതിഷേധകർ പറയുകയാണ്, ഞങ്ങൾ ഈ സംവരണത്തിന് എതിരാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരക്കിടാങ്ങൾക്ക് സംവരണം നൽകുന്നത് കൊണ്ട് ഞങ്ങൾ സംവരണത്തിന് എതിരാണ്. അതിന്റെ അർത്ഥം അവർ സ്വാതന്ത്ര്യ സമര സേനാനികളോട് അനാദരവ് കാണിക്കുന്നു എന്ന അർത്ഥം എവിടെയെങ്കിലും വരുന്നുണ്ടോ? പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ 2018 സംവരണം എടുത്തു കളഞ്ഞപ്പോൾ അവരും എന്താ സ്വാതന്ത്ര്യ സമര സേനാനികളോട് അനാദരവ് കാണിക്കുകയായിരുന്നോ? ഈ ലോജിക്ക് വെച്ച് അതും ഇവിടെ മാച്ച് ആവേണ്ടതല്ലേ? ഇത്തരത്തിലുള്ള തരം താണ പ്രസ്താവനകൾ ഒരു പ്രധാനമന്ത്രിക്ക് യോജിച്ചതല്ല. പ്രതിഷേധകരുടെ ആവശ്യങ്ങൾ ഒട്ടും അവിവേകപരമല്ല. ഇനി ഈ വിഷയത്തിൽ നമ്മുടെ ഇന്ത്യൻ മീഡിയയുടെ വിഡ്ഢിത്തം കൂടി നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട്. ആജ് തക്കിന്റെ സുധീർ ചൗധരി വിദ്യാർത്ഥികളുടെ ഈ പ്രതിഷേധത്തെ വിശേഷിപ്പിക്കുന്നത് വിദേശ ഫണ്ട് വാങ്ങി നടപ്പാക്കുന്നു എന്നാണ് ഒരു ടെലിവിഷൻ പരിപാടിയിൽ പറഞ്ഞത്. अमेरिका जैसे जो देश हैं वो पीछे से रिमोट कंट्रोल से इन दंगों को भड़काते रहते हैं, क्योंकि जो पश्चिमी बड़े बड़े जो देश हैं अमेरिका जैसे, वो उन देशों के विपक्षी दलों के साथ मिल जाते हैं. കാടടിച്ച് വെടിവെക്കുന്നതിനിടയിൽ സുധീർ ചൗധരി പറഞ്ഞത് ഇതെല്ലാം അമേരിക്കയും മറ്റു വിദേശ രാജ്യങ്ങളുമെല്ലാം പണം കൊടുത്ത് സഹായിച്ച് ചെയ്യുന്ന സമരങ്ങളാണെന്നാണ്. ഒരു ഇൻഫോഗ്രാഫിക്കിൽ എഴുതിയത് വികസിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലകളിലെ നിവാസികൾക്ക് 10% സംവരണം എന്നാണ്. എന്നാൽ ബംഗ്ലാദേശ് 10% സംവരണം നൽകുന്നത് പിന്നോക്കം നിൽക്കുന്ന ജില്ലകൾക്കാണ്. വീണ്ടും സുധീർ ചൗധരി പറയുന്നു, പശ്ചിമ ബംഗാളിൽ കുറെ വിദ്യാർത്ഥികൾ ഈ സമരത്തെ പിന്താങ്ങുന്നുണ്ടെന്നും എന്നാൽ അവരെല്ലാം നമ്മുടെ ഇന്ത്യയിൽ സംവരണം ആവശ്യപ്പെടുന്നവരാണെന്നുമാണ്. एक और चौंकाने वाली खबर यह है कि बांग्लादेश में हो रहे इस आंदोलन के समर्थन में पश्चिम बंगाल में भी अब विरोध प्रदर्शन हो रहे हैं. वामपंथी दलों के जो छात्र भारत में सरकारी नौकरियों में आरक्षण चाहते हैं, वो बांग्लादेश के उन दंगों का समर्थन कर रहे हैं जो सरकारी नौकरियों में आरक्षण खत्म करने के लिए चल रहे हैं. इतना बड़ा विरोधाभास. എനിക്ക് മനസ്സിലാവാത്തത് സുധീർ ചൗധരി പോലുള്ള പത്രക്കാരുടെ റീസണിംഗ് പവർ ഇത്രയും മോശമായതുകൊണ്ടാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നതെന്നാണ്. അതവർ മനഃപൂർവ്വം നമ്മുടെ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്നതാണോ? ആദ്യം തന്നെ പറയട്ടെ, ഇന്ത്യയിലെ ഈ സംവരണം ജാതിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. ബംഗ്ലാദേശിലെ സംവിധാനം വേറെ അടിസ്ഥാനത്തിലുള്ളതാണ്. वहां पर कोई जाति का आरक्षण नहीं है, धर्म का आरक्षण नहीं है, ये आरक्षण अलग किस्म का है. പിന്നെ എന്തിനു വേണ്ടിയായിരിക്കും സുധീർ ചൗധരിയെ പോലുള്ള മാധ്യമ പ്രവർത്തകർ ഈ താരതമ്യം നടത്തുന്നത്? ഇന്ത്യയിൽ സംവരണം നൽകുന്നത് ചരിത്രപരമായി വിവേചനം നേരിടുന്ന ജാതി വിഭാഗങ്ങൾക്കാണ്. അത് ചരിത്രപരമായി മാത്രമല്ല, ഇന്നും ഇന്ത്യയിൽ ജനം ജാതീയ വിവേചനം അനുഭവിക്കുന്നു. രാജസ്ഥാനിലെ ജിതേന്ദ്ര പാൽ മെഹ്വാൽ എന്ന ദളിതനെ മീശ വെച്ചു എന്നൊരൊറ്റ കാരണത്താലാണ് കൊലപ്പെടുത്തിയത്. ആജ് തക്കിന്റെ വെബ്സൈറ്റിൽ കണ്ട വാർത്തയാണിത്. ഗുജറാത്തിൽ ദളിത് വരനെ കുതിരപ്പുറത്ത് കയറാൻ അനുവദിച്ചില്ലെന്നും വരന്റെ ഭാഗത്ത് നിന്നുള്ളവർ തലപ്പാവ് വെച്ച് വന്നതിന് കല്ലെറിഞ്ഞെന്നുമുള്ള വാർത്തയും നമുക്ക് കാണാം. 8 വയസ്സുള്ള കുഞ്ഞ് വെള്ളം നിറച്ച ബക്കറ്റിൽ തൊട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവനെ അതിക്രൂരമായി മർദ്ദിച്ചത്. ഇപ്പൊ ആ കുട്ടി സ്കൂളിൽ പോകാൻ പോലും ഭയന്ന് കഴിഞ്ഞുകൂടുകയാണ്. സിഖ് മതം എന്ന് പറയുന്നത് സമത്വം അടിസ്ഥാനമാക്കിയ ഒരു മതമാണ്. അതിനർത്ഥം എല്ലാവരും തുല്യരാണ്, ജാതീയതയ്ക്ക് ഒരടിസ്ഥാനവും ഈ മതത്തിൽ ഇല്ല എന്നാണ്. എന്നാൽ ഇന്നും പഞ്ചാബിൽ ദലിത് സിഖുകാർക്ക് വേറെ തന്നെ ഗുരുദ്വാരകളാണുള്ളത്. ഈ സർക്കാർ അനുകൂല ജേർണലിസ്റ്റുകൾ തങ്ങൾക്ക് ലഭിക്കുന്ന പ്രിവിലേജുകൾ കൊണ്ട് കണ്ണു കാണാതായി മാറിയിരിക്കുകയാണ്. മോദിവാദ് പത്രക്കാർക്ക് ഇന്ത്യയിൽ ഒരു തരി പോലും ജാതീയത കാണാൻ പറ്റുന്നില്ല. അവരുടെ അഭിപ്രായത്തിൽ താഴെ തട്ടിലുള്ളവർക്ക് സംവരണമേ ആവശ്യമില്ലെന്നാണ്. എല്ലാം നല്ലതിനാണത്രേ. എനിക്ക് ഒരേ ഒരു കാര്യമേ അവരോട് പറയാനുള്ളൂ. അല്ലെങ്കിലും എന്താണ് നിങ്ങൾ ഈ ജാതീയത എടുത്തു കളയാൻ വേണ്ടി ആവശ്യപ്പെടാത്തത്? എന്തുകൊണ്ടാണ് ഈ ജാതിയുടെ പേരിലുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടാത്തത്? ബ്രാഹ്മണ പെൺകുട്ടി വേണം, രജ്പുത്ത് പെൺകുട്ടി വേണം, ജാട്ട് വേണം, ബനിയ വേണം എന്നൊക്കെ പത്രങ്ങളിൽ വരുന്ന വിവാഹ പരസ്യം വരാറില്ലേ? എന്തുകൊണ്ടാണ് അതൊക്കെ ഈ രാജ്യത്ത് നിരോധിക്കാത്തത്? ഈ മാട്രിമോണിയൽ പരസ്യം നോക്കൂ. ഇതിൽ എഴുതിയിരിക്കുന്നത് ജാതി ബാധകമല്ല, പക്ഷേ SC ST OBC അപേക്ഷിക്കേണ്ടതില്ലെന്ന് എടുത്തു പറയുന്നു. ഇത് ഈ ജാതിവാദം എന്ന് നിർത്തുന്നുവോ അന്ന് ഈ സംവരണവും ഓട്ടോമാറ്റിക്കായി ഇല്ലാതാകും. പക്ഷേ ഇന്ത്യയിലെ ജാതി സംവരണത്തെ ബംഗ്ലാദേശിലെ സംവരണവുമായി താരതമ്യം ചെയ്യാൻ മാത്രം ഗോദി മീഡിയയ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. ഇന്ത്യയിലെ സംവരണം ജാതീയവും സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്നവരെ സമത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. പക്ഷെ ബംഗ്ലാദേശിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബാംഗങ്ങൾക്ക് സംവരണം നൽകാനുള്ളതാണ്. അവർ ആയിരക്കണക്കിന് വർഷങ്ങളായി വംശീയമായി അടിച്ചമർത്തപ്പെട്ട ഒരു ന്യൂനപക്ഷമല്ല. സത്യം പറഞ്ഞാൽ അവർ ഈ സമൂഹത്തിൽ വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന ഒരു ജനവിഭാഗമാണ് ബംഗ്ലാദേശിൽ സംവരണം ലഭിക്കുന്നവർ. അതിൽ ആരെങ്കിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് ഒരു 5-10% വരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംവരണത്തിനുള്ള കോട്ട നൽകാം. അതാണ് ന്യായം. ജൂലൈ 21 ബംഗ്ലാദേശിലെ സുപ്രീം കോടതി പറഞ്ഞത് ഇതേ കാര്യമാണ്. വെറ്ററൻസ് കോട്ട വെട്ടിക്കുറച്ച് 5%
എത്നിക് മൈനോറിറ്റി, ട്രാൻസ്ജെൻഡേഴ്സ്, വികലാംഗർ എന്നിവരുടെ കോട്ട 2% കുറയ്ക്കാനും അങ്ങനെ മൊത്തത്തിലുള്ള ഒരു സംവരണം 7% നിലനിർത്താനാണ് കോടതി ഉത്തരവിട്ടത്. എന്റെ അഭിപ്രായത്തിൽ ബംഗ്ലാദേശിലെ ഈ സംവരണ വിരുദ്ധ പോരാട്ടം ഒരു ലക്ഷണമാണ്. ശരിയായ അസുഖം തൊഴിലില്ലായ്മ. ഇന്ത്യയിലെ പോലെ തന്നെ ബംഗ്ലാദേശിലും തൊഴിലില്ലായ്മ രൂക്ഷം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മന്ത്രി ഫറാദ് ഹുസൈൻ ഫെബ്രുവരിയിൽ പാർലമെന്റിൽ പറഞ്ഞത് 5 ലക്ഷം തൊഴിലവസരങ്ങൾ രാജ്യത്ത് വെറുതെ കിടക്കുന്നുവെന്നാണ്. അത് നികത്തിയാലും ഉദ്യോഗാർത്ഥികൾ ബാക്കിയാകും. ബംഗ്ലാദേശ് ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡാറ്റ വ്യക്തമാക്കുന്നത് 18 മുതൽ 19 വരെ ലക്ഷം ചെറുപ്പക്കാർ എല്ലാ വർഷവും തൊഴിൽ രംഗത്ത് പുതുതായി എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. 17 കോടി ജനങ്ങളുള്ള നാടാണിത്. അതിൽ 2/3 ജോലി ചെയ്യുന്നവരുടെ ജനസംഖ്യ. അതായത് 11 കോടിയുടെ അടുത്ത് മനുഷ്യർ. ഈ 11 കോടിയിൽ 3 കോടി ജനമാണ് തൊഴിൽ രഹിതരായിട്ടുള്ളവർ. ബംഗ്ലാദേശിന്റെ സമ്പദ് വ്യവസ്ഥ മോശമാണ്. രാജ്യത്തെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ വിദേശ നാണ്യം ശക്തിപ്പെടുത്താൻ വേണ്ടി 2022 ബംഗ്ലാദേശ് IMFന്റെ സഹായം തേടിയിരുന്നു. അടുത്തിടെ ചൈനയിൽ നിന്ന് 5 ബില്യൺ ലോൺ എടുക്കാൻ വേണ്ടി ഒരു പദ്ധതി അവർക്ക് പാസ്സായി കിട്ടിയിരുന്നു. അതൊക്കെ പോട്ടെ, എപ്പോഴെങ്കിലും ഒരു രാജ്യം ചൈനയിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പിന്നീട് ഒരിക്കലും പരിഹരിക്കപ്പെടാനേ പോകുന്നില്ല. മറിച്ചത് പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ചൈനയുടെ ഒരു നയതന്ത്രം നാം ശ്രീലങ്കയിൽ കണ്ടതാണ്. അതൊന്നും കൂടാതെ ബംഗ്ലാദേശിലെ വിലക്കയറ്റം അഥവാ ഇൻഫ്ലേഷൻ വളരെ ഉയരത്തിലാണ്, 9%. ജനത്തിന്റെ ചെലവ് കൂടുന്നു, എന്നാൽ അവർക്കൊന്നും തൊഴിലില്ലാത്ത, വരുമാനമില്ലാത്ത അവസ്ഥ. സംവരണത്തെ മെച്ചപ്പെട്ടതാക്കുക എന്നത് ആദ്യത്തെ പടിയാണ്. ദീർഘകാല പരിഹാരം വേണമെങ്കിൽ സർക്കാർ തൊഴിലുകൾ സൃഷ്ടിക്കണം. ഈ സാമ്പത്തിക പരാധീനതകൾക്ക് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ നീക്കങ്ങളിലും ചോദ്യമുയരുന്നുണ്ട്. ജനുവരിയിലാണ് അവർ 4ാം തവണയും തുടർച്ചയായിട്ട് വിജയം നേടി പ്രധാനമന്ത്രിയുടെ കസേരയിലെത്തുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിയെക്കുറിച്ചുള്ള കുറേയേറെ ആരോപണങ്ങൾ ഉയരുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലും നിരവധി പ്രതിഷേധങ്ങളും പോസ്റ്ററുകളും മുദ്രാവാക്യങ്ങളും ഒക്കെ ഉയരുന്നുണ്ട് ആ നാട്ടിൽ. ഇത്തരം പ്രതിഷേധങ്ങളിൽ ജനം ഷെയ്ഖ് ഹസീനയെ വിളിക്കുന്നത് ഏകാധിപതിയാണ്. ഉദാഹരണത്തിന് തുയിക്കെ, അമീക്കെ, റസാക്കാർ, റസാക്കാർ, കെ ബോൽച്ചെ, സൈ രാജാർ. ഇതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ ആരാവണം? ചതിയന്മാർ. അങ്ങനെ ആരാണ് പറഞ്ഞത്? ആരാണ് ഞങ്ങൾ ചതിയന്മാരാണെന്ന് പറഞ്ഞത്? ഏകാധിപതി. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തന്റെ ജനത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണമെന്നും ഒരു പോസിറ്റീവ് തീരുമാനം എടുക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ധ്രുവിന്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. ധ്രുവിന്റെ വീഡിയോ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഷെയ്ഖ് ഹസീന സാഹചര്യം മനസ്സിലാക്കി ഉചിതമായ തീരുമാനമെടുത്തു, രാജിവെച്ചു. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. നാളെയും വീഡിയോ കാണാൻ വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഒരു കമന്റ് ഇട്ട് പോയാൽ എനിക്ക് വായിക്കാം.